ആ സോമ, ആടാ ശ്രീമാറേ, എന്തൊക്കെയാണ്ടാ വിശേഷം? പ്രത്യേകിച്ച് വിഷയമൊന്നും നാട്ടിലെങ്ങനെയുണ്ട്? ഇവിടെ ഒരു രക്ഷയില്ല, വരെ ചൂടാ ഇവിടെ. സോമ, എനിക്ക് കോൾ വരുന്നുണ്ടേ. അതെ, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഓ ആയിക്കോട്ടെ. ശ്രീകുമാറാ, അവനെന്തോ തിരക്കാണെന്ന് തോന്നുന്നുണ്ട്, എന്നെ വിളിക്കുമായിരിക്കും. ആ പറയടാ. ഹായ് രാജ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എടാ, നമ്മുടെ സോമം വിളിച്ചിരുന്നു കുറച്ച് നേരത്തെ. അവനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എടാ നിനക്കറിയാൻ പാടില്ലേ, അവൻ ഇവിടുത്തെ ജോലിയും കളഞ്ഞിട്ട് നാട്ടിൽ വന്നതിനാ അഭിനയിക്കാൻ വേണ്ടി. ഇപ്പൊ ജോലിയില്ല, അഭിനയമില്ല. അതിനിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച അവൻ സ്കൂട്ടറിൽ നിന്നും വീണു. അത് നീ ഒരു കാര്യം ചെയ്യേ, നീ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ അടുത്ത മാസം വരും. ഓക്കെ, അപ്പൊ എന്നിട്ട് കാണാം. ശരി, ഓക്കെ. അതെ, ശ്രീകുമാർ വിളിക്കുന്നു. ആ സോമ, നീ നേരത്തെ വിളിച്ചപ്പോൾ നീ കട്ട് ചെയ്യേണ്ടി വരാം, സോറി. അത് കുഴപ്പമില്ലടാ. എടാ അതെ, ഞാനേ കുറച്ചൊന്ന് രണ്ട് ഇഷ്യൂസ് ഉണ്ട്. കുറച്ച് പേയ്മെൻറ്റിൻ്റെ ഒക്കെ ഡിഫോൾട്ട് ഉണ്ട്, ലോൺ ഇൻസ്റ്റാൾമെൻറ്റ് അതിനോട് അടച്ചിട്ടില്ല, കുറച്ച് ഫൈനാൻഷ്യലി ഇഷ്യൂസ് ഉണ്ട്. ആ സോമ, ഞാൻ ഒന്ന് രണ്ട് ദിവസത്തേക്ക് ചെറിയൊരു ട്രാവൽ പ്ലാനിലടാ, ഞാനിവിടെ ഉണ്ടാവില്ല. അപ്പോൾ നീ വിളിക്കുമ്പോൾ ഇൻ കേസ് വാട്സപ്പോ മൊബൈലോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നീ തെറ്റിദ്ധരിക്കണ്ട, ഞാൻ നിന്നെ വിളിച്ചോളാം. ഓക്കെ, ശരി. ഒന്നുമില്ലടി, ഞാനെല്ലാവരും ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. സാധാരണ ക്രിസ്മസിനും പെരുന്നാളിനും എല്ലാം നമ്മൾ വിളിക്കാറില്ലേ, ആ വിഷുവല്ലേ, അതുകൊണ്ടൊന്ന് വിളിച്ചതാ. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തില് നമ്മൾ ആരെ അങ്ങോട്ട് വിളിക്കാൻ പാടില്ല, അവർ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും. അതാ എൻ്റെ ശരി.